അതെ, ഇന്ന് നമുക്ക് നല്ല രുചിയും മയമുള്ള ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് കണ്ട നല്ല ദോശ പോലെ മയമുള്ള ഒരു ചപ്പാത്തിയാണ് ഇത് കുഴയ്ക്കാനായിട്ട് നമ്മൾ 2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തത്. ഞാനിവിടെ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തത്. 2 കപ്പ് ആട്ടപ്പൊടിക്ക് 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളം, അതാണ് കണക്ക്. 1 കപ്പ് എടുക്കുവാണെങ്കിൽ 1/2 കപ്പ് അത് മതിയാവും. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇത് എല്ലാം കൂടെ ചേർത്ത്, ഞാനിവിടെ എൻ്റെ ഒരു മിക്സിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, അതിനകത്താണ് ചേർത്ത്. നമ്മൾ സാധാരണ കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഉണങ്ങിയ ഉലുവയില അഥവാ കസൂരി മേത്തി, ഒരു 1.5 തുടങ്ങി 2 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. അത് ചേർക്കുവാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് പകരം മുരിങ്ങയില അരിഞ്ഞ് ചേർക്കാം, കറിവേപ്പില അരിഞ്ഞ് ചേർക്കാം, മല്ലിയില അരിഞ്ഞ് ചേർക്കാം. ഏതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ക്യാബേജോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്ത് നമുക്ക് ചേർക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആകുമ്പോഴത്തേനും നമുക്ക് 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളം നമ്മൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ചങ്ങ് ചേർത്ത് ഒരു കുഴപ്പമില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇത് ഒരു കപ്പ് അതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ 1 ടീസ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ഞാനിവിടെ സാധാരണ വെളിച്ചെണ്ണയാണ് ചേർത്തത്. നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഗുരുവായൂർ വരുന്നത് കൊണ്ട് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനത് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് തടവി വെക്കാം. ഒരു 15 തൊട്ട് 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. റെസ്റ്റ് ചെയ്യുന്നതോടെ നല്ല മയമായിരിക്കും. ഞാനിവിടെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുന്നത് മാവ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് നമുക്ക് ഭാഗിച്ചെടുക്കാം. ഒരു 2 കപ്പ് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-11 ചപ്പാത്തി ഉണ്ടാക്കാം. അത് ഓരോ ഉരുളയുടെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും. 10-11 നമുക്കുണ്ടാക്കാം. ഇത് നല്ലതായിട്ട് ഡസ്റ്റ് ചെയ്ത് നല്ലപോലെ ഗോതമ്പ് പൊടി ചേർത്ത് നമുക്ക് ഒരേ കനത്തിൽ പരത്തിയെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരേ കനത്തിൽ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പരത്തുന്ന നേരത്ത് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് സ്റ്റൗവിലോട്ട് കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ കല്ലാണ്. കസൂരി മേത്തി നല്ല പരത്തിയ ചപ്പാത്തിയുടെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല സ്വാദുമാണ്. ഈ ചപ്പാത്തി ചുട്ട് എടുത്ത് വെച്ച് കഴിയുമ്പോൾ ചപ്പാത്തി വെക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് തയ്യാറാക്കി വെക്കാം. അതിലേക്ക് നല്ല ഉണങ്ങിയ കോട്ടൺ ക്ലോത്ത് എടുത്ത് വെക്കാം. കൈവശം ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചപ്പാത്തി ചുട്ട് കഴിയുമ്പോഴത്തേനും ചപ്പാത്തിയിൽ ആവി വെള്ളം വന്ന് വീണ ചപ്പാത്തി നനഞ്ഞു പോകാതിരിക്കാനായിട്ട് നല്ല സോഫ്റ്റും ഫ്രഷുമായിട്ടിരിക്കാൻ വേണ്ടി ഇത് സഹായിക്കും. നല്ല ചൂടുള്ള കല്ലിലോട്ട് ചപ്പാത്തി ഇട്ട് ഒന്ന് ചെറിയൊരു നിറം മാറി വരുമ്പോഴത്തേനും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് നെക്കി കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുത്ത് ചപ്പാത്തി നല്ല തീർത്ത് വരും. ശ്രദ്ധിക്കേണ്ട നല്ല കല്ലും
നല്ല ചൂടുള്ള കല്ലിൽ വേണം ചെയ്യാനായിട്ട്. കണ്ടില്ലേ, നല്ല ദോശ പോലെ മയമുള്ള ചപ്പാത്തി. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.